രാമായണ മാസാചരണത്തിന് തുടക്കമായി നാലമ്പല തീർത്ഥാടനത്തിന് ഭക്തജന പ്രവാഹം. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഗജവീരന്മാർക്ക് ആനയൂട്ട്. മണുത്തി അങ്കമാലി ദേശീയപാതയിൽ വീണ്ടും ഗതാഗതക്കുരുക്ക് രൂക്ഷം. വാഹനങ്ങളുടെ നിര ചാലക്കുടി ജംഗ്ഷൻ വരെ നീണ്ടു. പൂങ്കുന്നം പുഴയ്ക്കൽ റൂട്ടിൽ വൻ ഗതാഗതക്കുരുക്ക്. ജില്ലയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. യുവാവിന്റെ 40,000 രൂപ നഷ്ടമായി. ജില്ലയിൽ കാലവർഷം സജീവം. തൃശൂരിൽ ഇന്ന് യെല്ലോ അലർട്ട്. കൊഴുക്കുളിയിൽ വീട് ഇടിഞ്ഞു വീണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ചേറ്റുവയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ശക്തന്റെ തട്ടകത്തിൽ കർക്കിടകം പുലർന്നത് രാമായണ പാരായണത്തോടൊപ്പം ആനകളുടെ ചങ്ങലക്കിലുക്കവും കേട്ടാണ്. ഗണേശപ്രീതിക്കായി ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ആനയൂട്ടിലും ഗജപൂജയിലും 63 ആനകൾ പങ്കെടുത്തു. കർക്കിടക പുലരിയിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനകൾക്ക് വിരുന്നൂട്ടായിരുന്നു. കർക്കിടക പുലരിയിൽ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഗജവീരന്മാരുടെ സംഗമമായിരുന്നു. വടക്കുന്നാഥനെ വണങ്ങി ആനയൂട്ടിനായി കരിവീരക്കൂട്ടം നിരന്നപ്പോൾ ആനകളെ ഊട്ടാൻ ആനപ്രേമികളും ഭക്തരും ഒഴുകിയെത്തി. രാവിലെ മുതൽ തന്നെ സഹ്യപുത്രന്മാർ പ്രത്യേകം തയ്യാറാക്കിയ ബാരിക്കേഡിനുള്ളിൽ കുളിച്ച് കുറിതൊട്ട് പൂമാലകളണിഞ്ഞ് അനുസരണയുള്ള കുട്ടികളെപ്പോലെ അണിനിരന്നു. ഊട്ടാനുള്ള വിഭവങ്ങൾ മുന്നിലേക്ക് എത്തിയതോടെ പല ആനകളുടെയും ക്ഷമ നശിച്ചെന്ന് മാത്രമല്ല, പിന്നെ ഇവ കിട്ടാനായി തിടുക്കം. രാവിലെ 10 മണിയോടെ ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി പിതൃക്കോവിൽ സാവിത്രിക്കുട്ടിക്ക് ആദ്യ ഉരുള നൽകിയതോടെ ആനയൂട്ടിന് തുടക്കമായി. പിന്നീട് ഭക്തരും ആനപ്രേമികളും ആനകളെ വിരുന്നൂട്ടാൻ മത്സരിച്ചു. ഗജവീരന്മാരുടെ പെരുവയർ നിറയ്ക്കാൻ മഞ്ഞൾ, നെയ്യ്, ഔഷധക്കൂട്ടുകൾ എന്നിവ ചേർത്ത് തയ്യാറാക്കിയ ഉണക്കല്ലരിച്ചോറും ഗണപതി ഹോമപ്രസാദം, കരിമ്പ്, ഉണ്ടശർക്കര, കൈതച്ചക്ക, പഴം, വെള്ളരിക്ക, ചോളം എന്നിവയും കുട്ടികളടക്കമുള്ളവർ നൽകി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മേയർ MK വർഗീസ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, ഗായകൻ വിജയ് യേശുദാസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ VK വിജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആനയൂട്ടിന് മുന്നോടിയായി ഗജപൂജയും മഹാഗണപതി ഹോമവും നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, കുട്ടൻകുളങ്ങര അർജുനൻ, ഗുരുവായൂർ ബാലകൃഷ്ണൻ തുടങ്ങി പിടിയാനകളടക്കം 63 ആനകളാണ് ഇത്തവണ ഊട്ടിൽ പങ്കെടുത്തത്. ഭക്തർ നൽകിയ പ്രസാദങ്ങളും മറ്റും ആനവായിൽ അമ്പഴങ്ങ എന്ന പോലെയേ ഉള്ളൂ എങ്കിലും അതെല്ലാം മതിവരുവോളം കഴിച്ചാണ് കരിവീരക്കൂട്ടങ്ങൾ ശക്തന്റെ തട്ടകത്തിൽ നിന്ന് മടങ്ങിയത്. ക്യാമറമാരായ കൃഷ്ണകുമാർ കെ മലയിലിനും ഷിബി പോട്ടോരിനും പ്രവീണിനും ആഷിഖ് വേലൂരിനുമൊപ്പം ശ്രീകേഷ് വളാൻകിര TCV ന്യൂസ്. കർക്കിടക മാസത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി. തൃപ്രയാറിൽ ശ്രീരാമൻ, ഇരിങ്ങാലക്കുടയിൽ ഭരതൻ, മൂഴിക്കുളത്ത് ലക്ഷ്മണൻ, പായമൽ ശത്രുഘ്നൻ എന്നീ ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നാലമ്പല തീർത്ഥാടനം. ഇരിങ്ങാലക്കുടയിൽ 7 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഭരതക്ഷേത്രവും ശത്രുഘ്നസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തുന്നതിനായി കൂടൽമാണിക്യം ക്ഷേത്രത്തിലും പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിലും വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിക്കും തിരക്കും കൂടാതെ തൊഴാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴയും വെയിലും കൊള്ളാതെ തൊഴാനുള്ള സൗകര്യത്തിന് ചുറ്റിലും പന്തലുമുണ്ട്. കിഴക്കേ നടയിലൂടെ അകത്തേക്ക് കടന്ന് ദർശനം നടത്തിയ ശേഷം പടിഞ്ഞാറേ നടയിലൂടെ പുറത്തേക്കിറങ്ങാം. പിന്നെ തീർത്ഥക്കുളം വലം വെച്ച ശേഷം കിഴക്കേ നടയിലെത്തും. കിഴക്കേ നടയിലാണ് പ്രസാദ വിതരണം നടക്കുക. ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ശ്രീരാമ സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായ ശത്രുഘ്നൻ കുടികൊള്ളുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരെ തെക്ക് ഭാഗത്തായി പൂമംഗലം പഞ്ചായത്തിലെ പായമ്മലിലാണ്. ഇവിടെയും ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങളുണ്ട്. നാലമ്പല ദർശനത്തിന്റെ അവസാന ക്ഷേത്രമായ പായമൽ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്കായി ഭക്ഷണ വിതരണവും ഉണ്ടാകും. സാധാരണ ദിവസങ്ങളിൽ 2000-ഓളം പേർക്ക്, ഒഴിവു ദിവസങ്ങളിൽ 5000-ഓളം പേർക്കുമാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. മഴ കനത്തതോടെ മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ വീണ്ടും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ബുധനാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു.
ചിറങ്ങരയിലും മുരിങ്ങൂരുമാണ് വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയുള്ളത്. രണ്ടിടത്തും ചെളിയാണ് ഇപ്പോഴത്തെ പ്രധാന വില്ലൻ. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മഴയത്ത് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുകയാണ്. അതീവ ശ്രദ്ധയോടെ ഓടിച്ചില്ലെങ്കിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടും. ചെളിയിൽ തന്നെ മാറി പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവാണ്. കാടുകുറ്റി, മേലൂർ പഞ്ചായത്തുകളിലെ ഗ്രാമ റോഡുകളിലൂടെ ബദൽ സംവിധാനം എന്ന നിലയിൽ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ റോഡുകളെല്ലാം തകർന്നതിനാൽ പലരും ഇതുവഴി പോകാൻ മടിക്കുകയാണ്. ഇതും ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടി. ഇന്ന് രാവിലെ ചാലക്കുടി ടൗൺ വരെ ദേശീയപാതയിൽ വാഹനങ്ങൾ കുരുങ്ങിക്കിടന്നു. ആംബുലൻസുകൾക്ക് പോലും യഥാസമയം സഞ്ചരിക്കാൻ കഴിയുന്നില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരും നട്ടം തിരിയുകയാണ്. സ്ഥിരം മഴ പെയ്യുന്നതിനാൽ അടിപ്പാതയുടെ നിർമ്മാണവും മെല്ലെ പോക്കിലായി. TCV ന്യൂസ്, ചാലക്കുടി. അമലാനഗർ പൂങ്കുന്നം റൂട്ടിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതുവറ മുതൽ പുഴയ്ക്കൽ ജംഗ്ഷൻ വരെ ഒറ്റവരി ഗതാഗതം ഏർപ്പെടുത്തിയതാണ് ഗതാഗത കുരുക്കിന് വഴിവെക്കുന്നത്. ഇതിനു പുറമെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതും വാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കാനിടയാകുന്നുണ്ട്. റോഡിന്റെ പകുതി ഭാഗം അടച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഏതാനും ദിവസം മുൻപ് സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തിയിരുന്നു. ഓണത്തിന് മുൻപ് റോഡ് തുറന്നുകൊടുക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ജില്ലയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. യുവാവിന്റെ 40,000 രൂപ നഷ്ടമായി. മൊബൈൽ ഫോണിൽ വിളിച്ചയാൾക്ക് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നൽകിയ യുവാവിനാണ് 40,000 രൂപ നഷ്ടമായത്. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശിയുടെ പണമാണ് നഷ്ടപ്പെട്ടത്. ക്രെഡിറ്റ് കാർഡ് വാലിഡിറ്റി കഴിയാറായെന്നും ഇത് പുതുക്കാനായി വിവരങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഫോൺ വന്നത്. ഇത് വിശ്വസിച്ച യുവാവ് എല്ലാ വിവരങ്ങളും കൈമാറി. തുടർന്ന് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്ത PM കിസാൻ യോജന എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുവാനും വിളിച്ചയാൾ നിർദ്ദേശം നൽകി. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതോടെ 2 തവണയായി ക്രെഡിറ്റ് കാർഡിലൂടെ 40,000 രൂപ നഷ്ടപ്പെട്ടു. ഇയാളുടെ വാട്സപ്പും തട്ടിപ്പുകാരൻ ഹാക്ക് ചെയ്തു. വാട്സപ്പ് നമ്പറിൽ നിന്നും പല ഗ്രൂപ്പുകളിലേക്കും PM കിസാൻ യോജന എന്ന വ്യാജ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിർദ്ദേശം നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ട യുവാവ് സൈബർ പോലീസിനും കയ്പമംഗലം പോലീസിനും പരാതി നൽകി. TCV ന്യൂസ്, കയ്പമംഗലം. ജില്ലയിൽ കാലവർഷം സജീവം. ഇന്ന് യെല്ലോ അലർട്ടാണ്. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 3 ദിവസം കൂടി ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. കൊഴുക്കുള്ളി പട്ടണം മൂലയിൽ വീട് ഇടിഞ്ഞു വീണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ചെന്തറ വീട്ടിൽ രാജന്റെ പേരക്കുട്ടികളായ വരുൺ, വസുദേവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റ കുട്ടികളെ തൃശൂരിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന് വിള്ളൽ വീണതിനെ തുടർന്ന് വീട്ടുകാർ ഇന്നലെ രാത്രി തന്നെ താമസം മാറ്റിയിരുന്നു. ഇന്ന് രാവിലെ വീട്ടിലേക്ക് സാധനങ്ങൾ എടുക്കാൻ വന്നപ്പോഴാണ് വീട് ഇടിഞ്ഞ് അപകടമുണ്ടായത്. ചേറ്റുവാഴിമുഖത്തിന് പടിഞ്ഞാറ് വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു. കയ്പമംഗലം കൂരിക്കുഴി നെച്ചിപ്പറമ്പിൽ അൻസലിനെയാണ് കാണാതായത്. ഒപ്പമുണ്ടായിരുന്ന 2 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. വലപ്പാട് കഴിമ്പ്രം സ്വദേശി രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള മഹാസേനൻ എന്ന വള്ളത്തിന്റെ കാരിയർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിട്ടിരുന്നു. പിന്നീട് കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ നടത്തിയെങ്കിലും അൻസലിനെ കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചു. ആമ്പലൂർ വരന്തരപ്പള്ളി റോഡിൽ വെണ്ടൂർ കനാൽ സ്റ്റോപ്പിന് സമീപം കേബിൾ സ്ഥാപിക്കാനെടുത്ത കുഴിയിൽ സ്വകാര്യ ബസ് താഴ്ന്നു. വരന്തരപ്പള്ളിയിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന ഉസ്താദ് എന്ന സ്വകാര്യ ബസ്സാണ് കുഴിയിൽ താഴ്ന്നത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് അപകടം. ബസിന്റെ മുൻചക്രം പൂർണ്ണമായും കുഴിയിൽ താഴ്ന്ന് ബസ് ഒരു വശത്തേക്ക് ചരിഞ്ഞെങ്കിലും ആർക്കും പരിക്കില്ല. മാസങ്ങൾക്ക് മുൻപ് കേബിൾ സ്ഥാപിച്ച കാനകൾ കൃത്യമായി മൂടാത്തതാണ് അപകടത്തിന് കാരണമായത്. തിരക്കേറിയ റോഡിന്റെ വശങ്ങളിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനും കേബിൾ ഇടുന്നതിനുമായി തീർത്ത കാനകളിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവായിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ ഭരണം ഏറ്റവും അധികം ദുരിതം നൽകിയത് സ്ത്രീകൾക്കാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ അഭിപ്രായപ്പെട്ടു. മഹിളാ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷനും ആദരവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീന ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. സംവിധായകൻ ദീപു കരുണാകരൻ, MK അബ്ദുൾ സലാം, PK ഷംസുദ്ദീൻ, ഫാദർ നിമേഷ് കാട്ടാശ്ശേരി, സുന്ദരൻ കുന്നത്തുള്ളി, TM കുഞ്ഞുമൊയ്തീൻ, T നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ 10 വർഷക്കാലം മുമ്പ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സർ ഏറ്റവും സ്നേഹത്തോടുകൂടി കോളേജിൽ ഫിസിക്സ് അധ്യാപകർക്കുള്ള ഉപഹാരം നൽകുന്ന ചടങ്ങാണ്
ദീർഘദർശിയായ അമരക്കാരൻ, ദാനശീലതയുടെ പ്രതീക, ആൽമ NVS അസ്മാനി കോളേജ്, കോഴിക്കോട് 1980. പഴയന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഴയന്നൂർ എളനാട് മണ്ഡലങ്ങളായി വിഭജിച്ചു. പഴയന്നൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് T മുകുന്ദൻ അധ്യക്ഷനായി. തുടർന്ന് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റായി PC മനോജും എളനാട് മണ്ഡലം പ്രസിഡന്റായി C ശ്രീകുമാറും ചുമതലയേറ്റു. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ്, DCC ജനറൽ സെക്രട്ടറിമാരായി E വേണുഗോപാല മേനോൻ, P സുലൈമാൻ, സനീഷ് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രേക്ക് തകരാറിനെ തുടർന്ന് മെമു ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ 15 മിനിറ്റോളം പിടിച്ചിട്ടു. തകരാറ് ശരിയാക്കിയതിനു ശേഷം യാത്ര തുടർന്നു. രാവിലെ ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന 66-319 നമ്പർ മെമു തീവണ്ടിയാണ് 4:42 വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് തീവണ്ടി എടുക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രേക്കിന് ചെറിയ തോതിൽ തകരാറുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ലോക്കോ പൈലറ്റും റെയിൽവേ സ്റ്റേഷനിലെ ജീവനക്കാരും ട്രെയിൻ പരിശോധിച്ചു. തുടർന്ന് തകരാർ പരിഹരിച്ചതിന് ശേഷം 5 മണിക്ക് ട്രെയിൻ പുറപ്പെട്ടു. LDF BJP കൂട്ടുകെട്ട് ആരോപിച്ചും വികസന മുരടിപ്പിൽ പ്രതിഷേധിച്ചും കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. DCC സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് S സാബു അധ്യക്ഷത വഹിച്ചു. VM ജോണി, VM മൊഹീദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ 15 സെന്റിന്റെ പട്ടയം ലഭിച്ച സന്തോഷത്തിലാണ് കാളിയമ്മ. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ പട്ടയമേളയിൽ 100 വയസ്സ് കഴിഞ്ഞ കാളിയമ്മയ്ക്ക് UR പ്രദീപ് MLA പട്ടയം നൽകി. തിരുവല്ലോമല പാമ്പാടി വില്ലേജ് കൊളമ്പിൽ കൊല്ലാക്കക്കുന്നത്ത് വീട്ടിൽ പരേതനായ ചാമിയുടെ ഭാര്യ കാളിക്ക് 101 വയസ്സായി. ഇവരുടെ പട്ടയം വാങ്ങാനാണ് മുള്ളൂർക്കര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ മകൾ കോമളത്തിനും മരുമകൻ വിജയനുമൊപ്പം എത്തിയത്. ചാമിയും കാളിയും അടുത്തുള്ള വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ആ വീട്ടുകാർ അന്ന് 45 സെന്റ് സ്ഥലം എഴുതി കൊടുത്തിരുന്നു. എന്നാൽ ആധാരം നൽകിയിരുന്നില്ല. തുടർന്ന് ഇവർ നിരവധി സ്ഥലങ്ങളിൽ ആധാരത്തിനു വേണ്ടി കയറി ഇറങ്ങി. ഇതിനിടയിൽ 15 സെന്റിന്റെ ആധാരം ശരിയായി വന്നപ്പോൾ ചാമി മരിച്ചു. കാളിയമ്മയ്ക്ക് അസുഖത്തെ തുടർന്ന് വാങ്ങിക്കാനും കഴിഞ്ഞില്ല. ഇപ്പോഴാണ് ആ അവസരം ഒത്തുവന്നത്. പ്രായത്തിന്റെ അവശതകൾ വകവയ്ക്കാതെ കോണിപ്പടികൾ കയറി മുകളിലെത്തി രേഖകൾ കൈപ്പറ്റിയപ്പോൾ താനും ഒരു ഭൂ ഉടമയായ സന്തോഷത്തിൽ മനസ്സു നിറഞ്ഞു ചിരിച്ചു കാളിയമ്മ. TCV ന്യൂസ്, ചെറുതുരുത്തി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സെന്റ് മേരീസ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശനിയാഴ്ച മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കും. ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ കോളേജ് അങ്കണത്തിലാണ് മേള നടക്കുക. രാവിലെ 9-ന് രജിസ്ട്രേഷൻ ആരംഭിക്കും. ഡെപ്യൂട്ടി മേയർ MR റോസി തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യും. ബാങ്കിംഗ്, ഫിനാൻസിംഗ്, ഇൻഷുറൻസ്, IT, ഓട്ടോമൊബൈൽ തുടങ്ങി വിവിധ മേഖലകളിലായി 800-ലധികം തൊഴിലവസരങ്ങളുമായാണ് മേള നടക്കുക. വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗം എംപ്ലോയ്മെന്റ് ഓഫീസർ ഷാജു ലോനപ്പൻ, സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ മീന K ചെറുവത്തൂർ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡാലി ഡൊമിനിക്, ഡോക്ടർ ജിനു ജോസി, B അജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ എൽത്തുരുത്ത് ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക കഞ്ഞി വിതരണം ആരംഭിച്ചു. വിദ്യാപ്രകാശിനി സഭാ പ്രസിഡന്റ് CG ചെന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി PP ജ്യോതിർമയൻ, ട്രഷറർ IL ബൈജു എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന V കേശവന്റെ 2ാം ചരമവാർഷികം എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം മുതിർന്ന നേതാവ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിശാന്ത് അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. MM സലീം, MK ജോസ്, NK കബീർ, MC ഐജു എന്നിവർ സംസാരിച്ചു.
കോൺഗ്രസ് നേതാവ് സുരേഷ് പാറയലിന്റെ 1ാം ചരമവാർഷിക ദിനാചരണം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ കേരളവർമ്മ വായനശാലയിൽ നടന്ന ചടങ്ങിൽ വാർഡ് പ്രസിഡന്റ് അനു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ പഠനത്തിനോടൊപ്പം തൊഴിൽ പരിശീലനം എന്ന ലക്ഷ്യത്തോടെ 5 ലക്ഷം രൂപ ചിലവിട്ടാണ് പദ്ധതി തുടങ്ങുന്നത്. നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പത്രം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ പ്രകാശനം ചെയ്തു. പ്രധാന അധ്യാപിക ER സിന്ധു, BRC പ്രോഗ്രാം കോർഡിനേറ്റർ MT സംഗീത, ഡോക്ടർ NJ ബിനോയ്, PC സന്ധ്യ എന്നിവർ സംസാരിച്ചു. സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് കേൾവി നിർണയ ക്യാമ്പ് ഈ മാസം 20-ന് കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാം. വാർത്താ സമ്മേളനത്തിൽ വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ ഡോക്ടർ ജോർജ് കുരുവിള, ലൂർദ് ആശുപത്രി ലൈസൺ മാനേജർ സജി ജോബ് വില്ലി, മെർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി TK ഷാജി എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാസുപുരം മുപ്ലിം റോഡരികിലെ പൊന്തക്കാടുകളും കുറ്റിച്ചെടികളും വെട്ടിനീക്കി. വാസുപുരം ലിഫ്റ്റ് ഇറിഗേഷൻ ഷെഡ് പരിസരവും പ്രവർത്തകർ വൃത്തിയാക്കി. കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സിബി പൌലോസ്, ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ജോൺ വട്ടക്കാവിൽ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എഡ്വിൻ വിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലത്തൂർ ALP സ്കൂളിലെ സൗരോർജ്ജ പദ്ധതിയുടെയും AC ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ നിർവഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് AK വിനോദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം TK സതീശൻ, ഇരിങ്ങാലക്കുട AEO MS രാജീവ്, പ്രധാന അധ്യാപിക PM ജിൻസ, മാനേജർ T രമേഷ് കുമാർ, PTA പ്രസിഡന്റ് PS സുനിൽ, സ്റ്റാഫ് പ്രതിനിധി CG അനൂപ് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആസ്മ, അലർജി, വിട്ടുമാറാത്ത ചുമ എന്നിവയുടെ രോഗനിർണയ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷയായി. അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ J പാർവതി ക്ലാസ് എടുത്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിയാസ് അഹമ്മദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PK പ്രസന്നൻ, ജൂനിയർ ഹെൽത്ത് നഴ്സ് സിമി തുടങ്ങിയവർ സംസാരിച്ചു. പുലഴി മൈത്രി ആർട്സ് സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഔഷധ കഞ്ഞി വിതരണം ഡോക്ടർ R ഭഗവതി അമ്മാൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജു കുണ്ടോളി, സെക്രട്ടറി K നാണു, വൈസ് പ്രസിഡന്റ് K മധുസൂദനൻ, മനോജ് കോർപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. ഇന്ത്യയിലെ 5ാമത്തെ വലിയ ഇലക്ട്രിക് 2-വീലർ നിർമ്മാതാക്കളും ബാറ്ററി എനർജി സ്റ്റോറേജിൽ മുൻപന്തിയിലുമുള്ളവരുമായ പ്യുവർ ഇലക്ട്രിക്കലിന്റെ ജില്ലയിൽ ആദ്യത്തെ 2-വീലർ ഷോറൂമായ പ്യുവർ EV മുണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മുണ്ടൂരിൽ ധനലക്ഷ്മി ബാങ്കിന് എതിർവശത്ത് JJ ബിൽഡിംഗിലാണ്
പ്യുവർ ഇലക്ട്രിക്കലിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി, സർവീസ് സെന്ററിന്റെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപക്, സോളാർ ആൻഡ് ഹോം ഓട്ടോമേഷന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലീല രാമകൃഷ്ണനിൽ നിന്ന് ആദ്യ വിൽപ്പന KT ജോസഫ് സ്വീകരിച്ചു. PP അച്യുതനിൽ നിന്ന് ആദ്യ ബുക്കിംഗ് കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി ഏറ്റുവാങ്ങി. ഷോറൂം ഉടമ റോഗൻ ഡേവിഡ്, ഡയറക്ടർ ഡെൽഫി റോഗൻ, കുന്നംകുളം CCTV ചെയർമാൻ TV ജോൺസൺ, ജീവനക്കാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. നവീന മോഡലുകളിലുള്ളതും സാങ്കേതിക തികവാർന്നതുമായ നിരവധി ഇലക്ട്രിക് 2 വീലറുകൾ ഷോറൂമിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്യുവർ പവറിന്റെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഗാർഹിക ആവശ്യങ്ങൾക്ക് 3, 5, 12, 20 കിലോ വാട്ടിലും കമേഴ്സ്യൽ പർപ്പസിന് 50 കിലോ വാട്ട് മുതൽ 500 കിലോ വാട്ട് വരെയും ഗ്രിഡ് പർപ്പസിന് മെഗാ കപ്പാസിറ്റികളിലും ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടന ദിവസം ഇലക്ട്രിക് 2 വീലർ ബുക്ക് ചെയ്യുന്നവർക്ക് 2000 രൂപയുടെ സ്പെഷ്യൽ ഓഫറും ആദ്യം ബുക്ക് ചെയ്ത് ഡെലിവറി എടുക്കുന്ന 100 പേരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ 3 പേർക്ക് സ്വർണ്ണ നാണയവും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9995678090 9567678090. പ്രധാന വാർത്തകൾ വീണ്ടും. രാമായണ മാസാചരണത്തിന് തുടക്കമായി. നാലമ്പല തീർത്ഥാടനത്തിന് ഭക്തജന പ്രവാഹം. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഗജവീരന്മാർക്ക് ആനയൂട്ട്. മണുത്തി അങ്കമാലി ദേശീയപാതയിൽ വീണ്ടും ഗതാഗതക്കുരുക്ക് രൂക്ഷം. വാഹനങ്ങളുടെ നിര ചാലക്കുടി ജംഗ്ഷൻ വരെ നീണ്ടും. പൂങ്കുന്നം പുഴയ്ക്കൽ റൂട്ടിൽ വൻ ഗതാഗതക്കുരുക്ക്. ജില്ലയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. യുവാവിന്റെ 40,000 രൂപ നഷ്ടമായി. ജില്ലയിൽ കാലവർഷം സജീവം. തൃശൂരിൽ നിന്ന് യെല്ലോ അലർട്ട്. കൊഴുക്കുളിയിൽ വീട് ഇടിഞ്ഞു വീണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ചേറ്റുവയൽ വള്ളമറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ തുടരും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.